എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു മത്തങ്ങ ജ്യൂസാട്ടോ ഉണ്ടാക്കണേ. അതിനെന്താ മത്തങ്ങ തൊണ്ട് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കശുവണ്ടി പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം മത്തങ്ങ വെന്ത് വരുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവും. പിന്നെ ഒരുപാട് വെന്തങ്ങ് കുഴയൊന്നും വേണ്ട. അത്യാവശ്യം പച്ചപ്പ് പോകാൻ മാത്രം വേവിച്ചെടുത്താൽ മതി. നമുക്ക് വേവിച്ചെടുക്കാം. വേറെ ഞാൻ അതിലേക്കൊന്നും ചേർത്തിട്ടില്ല കേട്ടോ, ഉപ്പ് അതൊന്നും ചേർത്തിട്ടില്ല. നമുക്കിനി ആ ഈന്തപ്പഴം ആ പാലിലൊന്ന് കുതിരാൻ വെക്കാം. ഞാനിതിൽ മധുരം വേറെ എക്സ്ട്രാ ചേർക്കണില്ല കേട്ടോ. നല്ല പഴുപഴുന്ന് പഴുത്ത ഈന്തപ്പഴമായിരിക്കണം. അപ്പോൾ അതിന് നല്ല അത്യാവശ്യം മധുരം ഉണ്ടാവും അതിന്. അപ്പോൾ നമ്മുടെ മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറി കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. മത്തങ്ങ ഞാൻ മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ആ പാത്രം കഴുകി ഒഴിക്കാം കേട്ടോ. ഇതാ മത്തങ്ങയ്ക്ക് നല്ല മഞ്ഞ കളറുണ്ട്, നല്ല വിളഞ്ഞ മത്തങ്ങയായിരുന്നു. അത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ച് കൊണ്ടിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആ ഈന്തപ്പഴം പാലും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. ഈന്തപ്പഴവും പാലും ചേർത്ത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. നിങ്ങളിത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കൂ കേട്ടോ. ഇത് മത്തങ്ങയാണെന്ന് ആരും പറയില്ല. ജ്യൂസായിട്ടും ഷെയ്ക്കായിട്ടും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതാ ഞാൻ ആ ചെറിയും കുറച്ച് കശുവണ്ടി പരിപ്പും അതിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കണം. ഇത് ഞാൻ നന്നായിട്ട് അരച്ചു കൊണ്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അടിപൊളി മത്തങ്ങ ജ്യൂസാട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെയും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. ഇതിൽ തന്നെ മത്തങ്ങയ്ക്ക് തന്നെ ഒരു മധുരം ഉണ്ടല്ലോ, ആ മധുരവും ഈന്തപ്പഴത്തിൻ്റെ മധുരവും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ചൂട് കാലത്ത് മത്തങ്ങ ജ്യൂസ് അടിപൊളിയായിട്ട് ഉണ്ടാക്കി കഴിക്കാം. ഉറപ്പാണ്, ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെയും ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും സബ്സ്ക്രൈബും ഓൾ ബട്ടണും അമർത്തണം. എന്നാലാണ് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ബൈ ബൈ.